പ്രിയപ്പെട്ട ജ്ഞാനായ സമുദായ അംഗങ്ങളെ, ജ്ഞാനായ കത്തോലിക്ക വിഭാഗത്തിനെതിരായി കേരള ഹൈക്കോടതിയിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു വിധിയുണ്ടായി. ആ വിധി വന്നതിന് ശേഷം ഇത് ജ്ഞാനായ സമുദായത്തെ നമ്മളെ ബാധിക്കുമോ എന്ന ആശങ്കയോടുകൂടി സമുദായത്തിലെ പല സമുദായ അംഗങ്ങളും ഫോണിൽ കൂടെയും അല്ലാതെയും എന്നോട് ചോദിക്കുകയുണ്ടായി. ആയതിന്റെ അടിസ്ഥാനത്തിൽ ജ്ഞാനായ സമുദായത്തിന്, ജ്ഞാനായ സുറിയാനി സമുദായത്തിന് ഇത് ബാധിക്കുമോ ഇല്ലയോ എന്ന് ഒന്ന് വിശകലനം ചെയ്യുന്നതിന് വേണ്ടി ആണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്കറിയാം, ജ്ഞാനായ സമുദായത്തിന്റെ നിലനിൽപ്പെന്ന് പറയുന്നത് അതിന്റെ എൻഡോഗമിയാണ്, സ്വവംശ വിവാഹ നിഷ്ഠ. ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് സ്വവംശ വിവാഹ നിഷ്ഠ കോട്ടയം അതിരൂപതയിൽ നിൽക്കുന്ന സമുദായ അംഗങ്ങൾക്ക് അത് ബാധകമല്ല. അവർ ആ സമുദായത്തിൽ നിന്ന് വെളിയിലുള്ള വിവാഹം നടത്തിയാലും അവർ സമുദായത്തിൽ തന്നെ നിലനിൽക്കും എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്ന പരാമർശം. സമുദായത്തിന് വെളിയിൽ നിന്ന് വിവാഹം കഴിച്ചാലും അവരുടെ മക്കളും അവരുടെ ഭാര്യയും സമുദായ അംഗത്വം പോകുന്നില്ല എന്ന് പറയുമ്പോൾ ജ്ഞാനായക്കാരെ സംബന്ധിച്ച് നമ്മുടെ നിലനിൽപ്പിന്റെ ഒരു വിഷയമാണ്. അതുപോലെ തന്നെ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഭരണഘടനാപരമായി, ഇന്ത്യൻ ഭരണഘടനാപരമായ അവകാശം അവർക്കുണ്ട്. ഭരണഘടനയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ആർട്ടിക്കിൾ 19(21) ഭാഗമാണെന്നും സമുദായത്തിന് പുറത്തുനിന്ന് വിവാഹം കഴിക്കുന്ന കാരണത്താൽ സമുദായ അംഗത്വം റദ്ദാകുന്നില്ല എന്നുമാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ കാര്യം. അതുപോലെ തന്നെ ഒരു ജ്ഞാനായക്കാരൻ മാമോദീസ മുങ്ങി ജ്ഞാനായത്വം സ്വീകരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ ഒരിക്കലും ജ്ഞാനായ സമുദായത്തിൽ നിന്ന് പുറത്താകുകയില്ല എന്നാണ് മൂന്നാമതായി ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ബൈലോയുടെ 2008 കൊണ്ടുവന്ന ബൈലോയിലെ എക്സിക്യൂട്ട് B1 വിവേചനപരമായ വ്യവസ്ഥകൾ നിലനിൽക്കുന്നില്ലെന്നും ജനനം വഴി ലഭിക്കുന്ന സമുദായ അംഗത്വം ഇത്തരം നിയമങ്ങളിലൂടെ ഇല്ലാതാക്കാൻ കഴിയില്ലെന്നും കോടതി വ്യക്തമാക്കി. അതുപോലെ തന്നെ ഈ വിധിയുടെ അന്തിമ തീരുമാനം കോട്ടയം അതിരൂപത അംഗങ്ങൾ സമുദായത്തിന് പുറത്തുള്ള ഇതര വിഭാഗക്കാരെ വിവാഹം കഴിച്ചാലും അവരെ സമുദായത്തിൽ നിന്ന് പുറത്താക്കുവാനോ അംഗത്വം നഷ്ടപ്പെടുകയില്ല എന്നുമാണ് കോടതി വിശദമായി പറഞ്ഞിരിക്കുന്നത്. അതിന്റെ പ്രസക്ത ഭാഗങ്ങൾ മാത്രമാണ് ഞാനിവിടെ ഉദ്ബോധിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, ഹൈക്കോടതി വിധി നമ്മളെ എങ്ങനെ ബാധിക്കും അതാണ് നമ്മൾ നോക്കേണ്ടത്. നമുക്കറിയാം, ജ്ഞാനായ സമുദായത്തിലെ നമുക്കൊരു ഭരണഘടനയുണ്ട്. പിതാക്കന്മാർ 1882 മുതൽ നടന്നുവരുന്ന ഭരണഘടന സുപ്രീം കോടതി അംഗീകരിച്ച ഭരണഘടനയാണ്. 2003 ഭരണഘടനയാണ് നമുക്കിപ്പോൾ നിലവിലുള്ളത്. ആ ഭരണഘടന സുപ്രീം കോടതി അംഗീകരിച്ച ഭരണഘടനയാണ്. എന്നാൽ അതിനകത്ത് വിവാഹനിഷ്ഠയെക്കുറിച്ചും ഇടവകയിലെ പൊതുയോഗ അംഗത്വത്തെക്കുറിച്ചും പറയുന്ന ക്ലോസ് 26-ാമത്തെ ക്ലോസിൽ, ഭരണഘടനയുടെ 26-ാമത്തെ ക്ലോസിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ 49(b)യിലും പറയുന്നുണ്ട്. അത് വ്യക്തമായ ഒരു ധാരണയിലല്ല അത് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് കുറച്ചുകൂടി വ്യക്തമായി ക്ലാരിറ്റിയോടുകൂടി കൊണ്ടുവരേണ്ടതായ കാര്യമുണ്ട്. ഈ 2003 ഭരണഘടന അമെൻഡ് ചെയ്ത സമയത്ത് ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും സമുദായത്തിൽ ഇല്ലായിരുന്നു. ഇതിപ്പോ നമ്മുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന
ഒരു സ്ഥിതിവിശേഷമാണ് ക്നാനായ കത്തോലിക്ക സമുദായത്തിനും അതുപോലെ തന്നെ ക്നാനായ സുറിയാനി സമുദായത്തിനും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ ഭരണഘടനയിൽ എഴുതിയിരിക്കുന്ന ഈ രണ്ട് ക്ലോസുകൾ നമുക്ക് ആ ക്ലോസുകൾ എന്ന് പറയുമ്പോൾ അതിന് വ്യക്തത കുറവാണ്. നമുക്ക് ഭരണഘടനയുണ്ട്, അതിനകത്ത് ക്ലോസുകൾ ഉണ്ട് എന്ന് പറഞ്ഞാലും കുറെ കൂടി വ്യക്തത വരുത്തേണ്ടതായിട്ടിരിക്കുന്നു. അതിനുവേണ്ടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് കേസിൽ കൂടിയാണെങ്കിലും മറ്റു രീതിയാണെങ്കിലും നമ്മുടെ സമുദായത്തിന് ബാധിക്കാതിരിക്കുന്നതിന് വേണ്ടി വളരെ ആലോചിച്ചതിന് ശേഷം 2024 ക്നാനായ കമ്മിറ്റി ഒരു അമെന്റ്മെന്റ് കൊണ്ടുവന്നു. ആ അമെന്റ്മെന്റ് ക്നാനായ അസോസിയേഷൻ പാസാക്കി, സമുദായ മെത്രാപ്പോലീത്ത അത് അംഗീകരിച്ചു. ആ അമെന്റ്മെന്റ് അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ക്നാനായക്കാർ എന്നാൽ ക്നാനായ മാതാപിതാക്കളിൽ നിന്നും മാത്രം ജനിച്ച് ക്നാനായ തനിമയും സ്വവംശ വിഭാഗനിഷ്ഠയും ക്നാനായ സമുദായ ഭരണഘടനയും അംഗീകരിച്ച് അതിൻ പ്രകാരം ജീവിക്കുന്ന വ്യക്തികൾ മാത്രമാകുന്നു. ഇത് അഡ്വക്കേറ്റ്സുമായിട്ട് ആലോചിച്ചതിനു ശേഷം ചേർത്ത ഒരു ക്ലോസ് ആണ്. അത് വളരെ വ്യക്തമാണ് ക്നാനായക്കാർ ആരാണെന്നുള്ളത്. എന്നാൽ പഴയ ഭരണഘടനയിൽ അത്ര ക്ലാരിറ്റിയോടുകൂടിയുള്ള ഒരു ക്ലോസ് ഇല്ല. അത് പാസാക്കി സമുദായ മെത്രാപ്പൊലീത്ത അപ്രൂവ് ചെയ്തെങ്കിലും നമുക്കറിയാം ക്നാനായ സമുദായത്തിന്റെ സഹായ മെത്രാച്ചന്മാരായ മോർ ഗിഗോറിയോസ് തിരുമേനിയും മോർ ഈവോനിയോസ് തിരുമേനിയും അത് കോട്ടയം കോടതിയിലെ മുനിസിപ്പൽ കോടതിയിലെ OS നമ്പർ 204/2024 എന്ന കേസിൽ അത് സ്റ്റേ വാങ്ങിയിരിക്കുകയാണ്. അതിപ്പോൾ നിലവിൽ അത് കോടതിയുടെ സ്റ്റേ ഉള്ളതുകൊണ്ട് പ്രാബല്യത്തിലാക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. തീർച്ചയായിട്ടും അത് കോടതിയുടെ സ്റ്റേ അഴിയുകയോ അല്ലെങ്കിൽ കേസ് പിൻവലിക്കുകയോ ചെയ്താൽ ക്നാനായ സമുദായത്തിനൊന്നും സംഭവിക്കുകയില്ല. ഏത് കോടതിയിൽ പോയാലും സുശക്തമായ ഭരണഘടനയാണ് നമ്മുടേത്. അപ്പൊ നമ്മളിപ്പോൾ ചെയ്യേണ്ടത് ഒന്നുകിൽ ക്നാനായ സമുദായത്തിന്റെ അസോസിയേഷൻ പാസാക്കിയ ക്ലോസ് വളരെ പ്രധാനമുള്ള ക്ലോസ് ആണ്. ആ ക്ലോസ് നമുക്ക് കോടതി വഴി ആ സ്റ്റേ അഴിച്ചെടുക്കണം. അല്ല എങ്കിൽ കൊടുത്തവർ സമുദായത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ അത് പിൻവലിക്കണം. ഇത് ക്നാനായ സമുദായത്തിന്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന ഈ അവസരത്തിൽ ക്നാനായ കത്തോലിക്ക വിഭാഗത്തിനുണ്ടായ ബുദ്ധിമുട്ടുകൾ നമ്മൾക്കുണ്ടാകാതെ ഇരിക്കണമെങ്കിൽ സുശക്തമായ ഭരണഘടന വേണം. ഭരണഘടനയിൽ സുശക്തമാണ്, എന്നാൽ ആ ക്ലോസ് അടിയന്തരമായി നമ്മുടെ ഭരണഘടനയിൽ ചേർക്കേണ്ടതായിട്ടുണ്ട്. അത് ചേർത്ത് വന്നാൽ ക്നാനായ സമുദായത്തെ സംബന്ധിച്ച് യാതൊരു പ്രതികൂലമായ വിധികളും ഉണ്ടാകുകയില്ല, ഒരു പരിഭ്രമത്തിന്റെയും കാര്യവുമില്ല. എന്നാൽ ഇപ്പോഴുള്ള ഭരണഘടന അനുസരിച്ചാണെങ്കിൽ പോലും നമുക്ക് പിടിച്ചു നിൽക്കുവാനുള്ള പഴുതുകളുണ്ട്. എന്നാൽ ശക്തമായ ഒരു ക്ലോസ് കൂടെ ചേർന്ന് കഴിയുമ്പോൾ ഏത് കോടതിയിൽ പോയാലും ക്നാനായ സുറിയാനി വിഭാഗത്തിന്, ക്നാനായ സുറിയാനി സമുദായങ്ങൾക്ക് യാതൊരു പ്രതിസന്ധി ഉണ്ടാകുകയില്ല. അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക. ശക്തമായ ഭരണഘടനയുണ്ട്, ഭരണഘടനയിൽ ക്ലോസ് അമെന്റ് ചെയ്തിട്ടുണ്ട്. അത് പ്രാവർത്തികമാക്കിയാൽ മതി. അതിനെല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അറിയിച്ചുകൊണ്ട് ഈ വിശദീകരണം നിങ്ങൾക്ക് മതിയാകും എന്ന് വിചാരിക്കുന്നു. അവരുടെ ഏതാണ്ട് 100 ചില്ലുവാനം പേജുള്ള ഒരു വിധിയാണ്. അത് സോഷ്യൽ മീഡിയയിലുണ്ട്. ആർക്കും അതിന്റെ കോപ്പി കിട്ടും. അല്ലെ സമുദായ ഓഫീസിൽ വന്നാൽ അതിന്റെ കോപ്പി തരുന്നതായിരിക്കും. വളരെ മർമ്മപ്രധാനമായ ക്നാനായക്കാരുടെ നിലനിൽപ്പിന്റെ ഈ ഒരു ഘട്ടത്തിൽ എല്ലാവരും പ്രാർത്ഥിക്കുകയും നമ്മുടെ എൻഡോഗമി നിലനിർത്തുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.